ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്വാല കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ലിവർ വരട്ടിയതും അതിൻ്റെ കൂടെ തന്നെ ലിവർ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതുമാണ് കേട്ടോ. ലിവറിൻ്റെ പുറത്തുള്ള സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ. ഞാനിവിടെ 1/2 കിലോയുള്ള പോത്തിൻ്റെ ലിവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ചെറിയൊരു പാട പോലെയുണ്ട്, അത് നമുക്കൊന്ന് പൊളിച്ച് മാറ്റാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ സൈഡിൽ നിന്ന് പതുക്കെ ഒരു പാട പോലെ ഉള്ളൂ കേട്ടോ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇതിങ്ങനെ പതുക്കെ പൊളിച്ചെടുക്കണം. ഇതുപോലെ വലിയ പീസായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കിത് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ചെറിയ പീസാണെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് വേണം ഇതിൻ്റെ സ്കിന്നെടുത്ത് കളയാനായിട്ട്. ഇനി അഥവാ കളയാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കളയുവാണെങ്കിൽ മസാലയൊക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കുവേ. കളയാൻ പറ്റുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഒരു നേർത്ത പാട മാതിരിയേ ഉള്ളൂ. ഇതുണ്ട്, ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാവേ. എളുപ്പമാണ് കേട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് പൊളിഞ്ഞു വരുവേ. വളരെ നേർത്തതായിട്ടുള്ള ഒരു പാടയാണ് കേട്ടോ ഉള്ളത്. ഉൾഭാഗത്തൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇതങ്ങ് കളയുവാണെങ്കിൽ ലിവറിൽ നന്നായിട്ട് മസാല പിടിക്കാൻ നല്ലതാണ്. ഈ ഒരു ഭാഗം നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗം കൂടി ഇതുപോലെ തന്നെ പൊളിച്ചെടുക്കാം. ലിവറിൻ്റെ മുകളിലുള്ള സ്കിന്നെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാവണമെന്നില്ല കേട്ടോ, കുറച്ച് വലുപ്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് വേകുമ്പോഴത്തേനും കുറച്ചും കൂടി അങ്ങോട്ട് ചുരുങ്ങി വരും. അതുകൊണ്ട് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയേ. ഈ ഒരു സൈസിലിരുന്നോട്ടെ. കട്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് തീരെ ചെറിയ കഷ്ണം മതിയെങ്കിൽ അതുപോലെ കട്ട് ചെയ്തോളുക. ലിവറിൽ നിന്ന് കുറച്ച് ബ്ലഡൊക്കെ ഉണ്ടാവും, അത് നമുക്ക് കഴുകുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയാൽ മതി, അന്നേരം പോയിക്കോളും കേട്ടോ. ഞാനിവിടെ ലിവറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസ് ഇരുന്നോട്ടെ, കാരണം ഇത് വേകുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ചെറുതായ മാതിരി വരും. ആദ്യം നമുക്ക് ലിവർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം വേണം വിനേഗർ ചേർത്തിട്ട് കഴുകിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ലിവർ ഒരു 5 തവണ കഴുകിയിട്ടുണ്ട്. ആ നല്ല ചുമന്ന കളറുണ്ടായിരുന്നതൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും നമുക്കിത് കഴുകാനുള്ളതാണ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വിനേഗറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വരും കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കണം. വിനേഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കഴുകിയാലും മതി. ഒന്നെങ്കിൽ വിനേഗർ ചേർക്കുക, അതല്ലെങ്കിൽ നാരങ്ങാനീര് ചേർക്കുക. അതല്ലെങ്കിൽ ഈ ലിവറിനൊരു ഉളുമ്പ് മണം ഉണ്ടാകും, അത് മാറണമെങ്കിൽ നാരങ്ങാനീരോ വിനേഗറോ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് നമുക്കൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാവേ. ലിവർ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകണം, അതിലെ ബ്ലഡിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ. അതുവരെ നന്നായിട്ട് കഴുകിയെടുത്തു. ഇപ്പം ആ നല്ല ചുവന്ന കളറുണ്ടായിരുന്നതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം വേറൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വരട്ടിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഉള്ളി ചേർത്ത് കൊടുക്കാവുള്ളൂ.
ഞാനിവിടെ 1.5 കപ്പ് ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തോളുക. അതല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സവാളയും ചെറിയുള്ളിയും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും മാറണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലതുപോലെ മണം വേണം. ലിവറിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മൂത്ത ഇഞ്ചിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അനുസരിച്ച് മാറ്റം വരുത്തിക്കോണം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തലൊന്ന് മാറിയതിന് ശേഷം ബാക്കി പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്ത് വരുമ്പം നല്ലൊരു മണം വരും കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. എപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണേ, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്. കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ എരിവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല. ഹോംമെയ്ഡ് ഗരം മസാലയാണ്. ഹോംമെയ്ഡ് ഗരം മസാലയുടെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണേ. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തോളുക. ഞാനിവിടെ ഇത്രേ എരിവ് ചേർക്കുന്നുള്ളൂ. അവസാനം കുറച്ച് കുരുമുളകും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പ് ചേർത്തതാണ്, ഓൾറെഡി ചേർത്തതാണ്. ഇനി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് ആവി കയറിയതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ലിവറിൽ നിന്ന് ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങാനില്ല. നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ലോ ടു മീഡിയത്തിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് ആവി കയറിയതിന് ശേഷം വേണം നമുക്ക് ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. ആവി കയറി കഴിഞ്ഞപ്പോഴേക്കും ലിവറിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ലിവർ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പോളം ഉള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയതിന് ശേഷം വേവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കൊള്ളുക. ഉപ്പ് ഒരല്പം മുമ്പോട്ട് നിന്നോട്ടെ, എന്നാൽ മാത്രമേ നമ്മുടെ ലിവറിൽ പിടിക്കത്തുള്ളൂ. ഒരുപാട് വേണ്ട, നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ടു മീഡിയത്തിൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ലിവർ കുറച്ച് വേവുള്ളതാണ് കേട്ടോ, പെട്ടെന്ന് അങ്ങോട്ട് വെന്തളിഞ്ഞ് പോകത്തില്ല. ഒരുപാട് വെള്ളം ഒഴിക്കുകയും വേണ്ട കേട്ടോ.
നോക്കിയതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ലിവറൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്തു കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെക്കണ്ട, തുറന്ന് വെച്ച് കൊടുത്താൽ മതി. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴേക്കും ലിവർ ബാക്കിയും കൂടി നന്നായിട്ട് വെന്തോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുപ്പിൻ്റെ തീക്ക് അനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ആ സമയം നോക്കിയിട്ട് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോളുക. ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരു 2 പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ഒഴിവാക്കിക്കൊള്ളുക. പോത്തിറച്ചിയുടെ കരൾ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ കരൾ വറുത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊന്നും അധികമൊന്നുമില്ല, പാകത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് ബാലൻസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.